LDF-നെയും UDF-നെയും ഒരുപോലെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുകയാണ് PV അൻവർ. നേതാക്കൾക്കെതിരെ തെളിവുകൾ കയ്യിലുണ്ടെന്ന അവകാശവാദവും അൻവർ ഇന്ന് ഉന്നയിച്ചു. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ പേരിൽ അൻവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ആരുടെ വോട്ടിലായിരിക്കും വിള്ളൽ വീഴുക എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആകാംക്ഷ. VS രഞ്ജിത്ത് ചേരുന്നു നിലമ്പൂർ സ്ക്വാഡിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് VS രഞ്ജിത്ത്. 4 ബോഗികളും നമ്മൾ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി അതിൽ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരാണ്. ഇതിൽ PV അൻവർ കൊണ്ടുപോകുന്ന ആ ബോഗിയിൽ കയറുന്ന വോട്ടർമാർ അത് വലിയൊരു ഫാക്ടറായി മാറുകയല്ലേ? PV അൻവർ ജയിച്ചാലും ഇല്ലെങ്കിലും അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ ഉറക്കം കെടുത്തും രഞ്ജിത്ത്? സുജിയ, അൻവർ ഒരു 25,000-ൽ കൂടുതൽ വോട്ട് പിടിച്ചാൽ അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ, പ്രബലമായ ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ 25,000-ൽ കൂടുതൽ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 10-25% വോട്ടുകൾ വരുന്നത്. ആ വോട്ട് പിടിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂരിൽ ഒരു നിർണായക ശക്തിയാണ് PV അൻവർ എന്ന് പറയേണ്ടി വരും. 2016-ൽ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ ഇടതുമുന്നണി ഈ സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നത് ഇടത് വോട്ടുകൾക്കൊപ്പം പ്ലസ് ആയി അദ്ദേഹത്തിന് പിടിക്കാൻ സാധിക്കുന്ന സാമുദായിക വോട്ടുകളും കോൺഗ്രസ് വിമത വോട്ടുകളും ലീഗ് വിമത വോട്ടുകളും ഒക്കെ ചേർത്തുകൊണ്ടാണ്. കോൺഗ്രസിലെയും ലീഗിൻ്റെയും ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഇല്ലാതെ ഇവിടെ ഇടതുമുന്നണിക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസിലെയും ലീഗിലെയും വിമത വോട്ടുകളും കുറച്ചെങ്കിലും CPM വോട്ടുകളും പിടിക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് PV അൻവർ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കുറച്ച് വോട്ടുകൾ, അതുപോലെ കോൺഗ്രസിലെയും ലീഗിലെയും വോട്ടുകൾ 2016-ലും 2021-ലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച MLA ആയ സ്വന്തം മണ്ഡലത്തിൽ PV അൻവർ ഉണ്ടാക്കിയെടുത്ത ജനകീയ അടിത്തറ, ആ അടിത്തറയുടെ മേൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന വോട്ടുകൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് അദ്ദേഹം ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം, അത് സ്വാഭാവികമായിട്ടും ഒരു 25,000-ൽ കവിഞ്ഞ വോട്ടുകൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് UDF-ന്റെ വിജയത്തെ തന്നെ വലിയ തോതിൽ ബാധിക്കാനിടയുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ VS രഞ്ജിത്ത്.